ഹായ് ഫ്രണ്ട്സ്, homelymealcourt പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ സിമ്പിളും എന്നാൽ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ടൊമാറ്റോ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെയും പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തിട്ട് ഓപ്ഷൻ ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എല്ലോട് കൂടിയ പീസും കൂടി മിക്സ് ചെയ്ത് ഹാഫ് ബോൺലെസ്സും ഹാഫ് എല്ലുള്ള പീസ് എടുക്കാൻ ശ്രദ്ധിക്കാം. ഒരു 4 സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 4 തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 4 പച്ചമുളക്, ഒരു മീഡിയം പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 8 അല്ലി, ആവശ്യത്തിന് കരിവേപ്പില, മല്ലിയില, ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ. മസാലകളായിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സവാള വഴറ്റുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. വേഗം വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് തീയൊക്കെ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഈ ഒരു കറിക്ക് എപ്പോഴും വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കൊരു ബെസ്റ്റ് റിസൾട്ട് ഓയിലിനേക്കാൾ കിട്ടിയത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്തപ്പോഴാണ്. സവാള നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ കളർ മാറി വരുമ്പോൾ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടെ തന്നെ കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും പുളി കുറഞ്ഞ് കുറച്ച് പഴുത്ത തക്കാളിനെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 4 തക്കാളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി വളരെ കുറച്ച് മതി, 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി കുറഞ്ഞു പോയാലും ഒരിക്കലും കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടിക്കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവാണ്. നമുക്ക് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത്. അതിന് കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലകളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കരുത്. ഒരു 3-4 മിനിറ്റിന് ശേഷം മാത്രം ചിക്കൻ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം മസാലകളൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് ഈ പാനിൻ്റെ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് 2 മിനിറ്റോളം ഇളക്കി വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്തിട്ട് വീണ്ടും ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ച് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നമുക്കിതിൻ്റെ ഉപ്പും വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ടൊമാറ്റോ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക് യു.